ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ ഹൈവേ ജോമെട്രിക് ഡിസൈൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റിലത്തെ ഈ ഹൈവേ ജോമെട്രിക് ഡിസൈനിൽ വരുന്ന ടേം ആണ് എന്ത്? ഡിസൈൻ സ്പീഡ്. ഓക്കെ, എന്താണ് ഡിസൈൻ സ്പീഡ്? ഈ ഡിസൈൻ സ്പീഡ് എന്ന് പറയുമ്പം നമ്മളൊരു ഹൈവേയുടെ ജോമെട്രിയെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ഡിസൈൻ സ്പീഡ് ഉള്ളത് ഇപ്പൊ ഒരു 120 km/h ആണ് ഡിസൈൻ സ്പീഡ് ഉള്ള ഒരു റോഡ് ഡിസൈൻ ചെയ്യുന്നതും ഒരു 30 അല്ലെങ്കിൽ ഒരു 40 km/h റോഡ് ഡിസൈൻ ചെയ്തതും വ്യത്യാസമായിരിക്കും അല്ലെ? അപ്പം ഈ ഡിസൈൻ സ്പീഡിനെ എന്താണ് കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടർ കൺസിഡർ ചെയ്യണം? ഒന്ന്, ഇമ്പോർട്ടൻസ് ഓഫ് റോഡ്. നമ്മുടെ റോഡ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോഡുകളാണ്, എക്സ്പ്രസ് വേസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഡിസൈൻ സ്പീഡ് കൂടുതൽ കൊടുക്കും. അല്ലെങ്കിൽ എന്താണ്, ടെറൈൻ ഓർ ടോപ്പോഗ്രഫി. നമ്മളിപ്പോ ഒരു മല പോലുള്ള സ്ഥലമാണോ, അതൊരു പ്ലെയിൻ റീജിയൻ ആണോ, അതിനനുസരിച്ചിട്ടും എന്ത് ചെയ്യും? ഈ ഡിസൈൻ സ്പീഡ് മാറും. ഓക്കെ, അപ്പം ഡിസൈൻ സ്പീഡിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ? ഒന്നാമത്തേത് റൂളിംഗ് ഡിസൈൻ സ്പീഡ്, രണ്ടാമത്തെ എന്താ? മിനിമം ഡിസൈൻ സ്പീഡ്. എന്താണ്? റൂളിംഗ് ഡിസൈൻ സ്പീഡും മിനിമം ഡിസൈൻ സ്പീഡും. അപ്പം റൂളിംഗ് ഡിസൈൻ സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതെന്താണ്? ഒരു വേരിയസ് ഡിസൈൻ ഫീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡിങ് എക്സ്റ്റൻഷൻ, നമുക്കൊരു ഗൈഡ് പോലെ. ഓക്കെ, അപ്പൊ ഈ റൂളിംഗ് ഡിസൈൻ സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വേരിയസ് ഡിസൈൻ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ആ ഹൈവേയിൽ ചെയ്യുക. ഓക്കെ, മിനിമം ഡിസൈൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം ഡിസൈൻ സ്പീഡ് എന്ന് പറയുമ്പോൾ ആ ഹൈവേയിലെ ചില സെക്ഷനുകളിൽ മാത്രമേ ഈ മിനിമം ഡിസൈൻ സ്പീഡ് നമ്മൾ എടുക്കത്തുള്ളൂ. ഒന്നില്ല ഒരു ആക്സിഡന്റ് പ്രോൺ ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്കൂൾ ആയിരിക്കും. ഓക്കെ, അപ്പം എന്താണ് അവിടുത്തെ ഒരു സൈറ്റ് കണ്ടീഷൻ, ആ സൈറ്റിന്റെ കണ്ടീഷൻ റൂളിംഗ് ഡിസൈൻ സ്പീഡ് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? മിനിമം ഡിസൈൻ സ്പീഡ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ മിനിമം ഡിസൈൻ സ്പീഡ് എന്താ? റൂളിംഗ് ഡിസൈൻ സ്പീഡ് എന്താ? ഡിസൈൻ സ്പീഡ് എന്തുവാ? അതിനെ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തുവാ എന്നൊക്കെ മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഡിസൈൻ സ്പീഡ് km/h IRC പറയുന്നുണ്ട്. ഓക്കെ, IRC കോഡിൽ പറയുന്നുണ്ട്. അത് റൂളിംഗും മിനിമം റൂളിംഗ് ഡിസൈൻ സ്പീഡും ഓക്കെ മിനിമം ഡിസൈൻ സ്പീഡും എന്താണ്? ഓരോ ടൈപ്പ് ഓഫ് റോഡുകൾക്ക് നാഷണൽ NH ആൻഡ് SS എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ. മേജർ ഡിസ്ട്രിക്ട് റോഡാണ് MDR. അതർ ഡിസ്ട്രിക്ട് റോഡാണ് ODR. BR എന്ന് പറഞ്ഞാൽ വില്ലേജ് റോഡ്. ഓക്കെ, അപ്പം ഓരോ ടെറൈൻ അനുസരിച്ച് നമ്മൾ ടെറൈൻ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ടെറൈൻ, റോളിംഗ് ടെറൈൻ, ഹില്ലി ടെറൈൻ, സ്റ്റീപ്പ് ടെറൈൻ. ഓക്കെ, ഈ ടെറൈൻ എങ്ങനെ വന്നതെന്ന് ഞാൻ പറയാം. എങ്കിൽ ഇപ്പൊ നോക്കുക. നമ്മുടെ ഇപ്പൊ ഡിസൈൻ സ്പീഡ് പറഞ്ഞാൽ നമുക്ക് ഡിസൈൻ സ്പീഡ് പറഞ്ഞിട്ട് ടെറൈൻ എങ്ങനെ വന്നതെന്ന് പറയാം. ഓക്കെ, അപ്പം പ്ലെയിൻ ടെറൈൻ ആണെങ്കിൽ റൂളിംഗ് ഡിസൈൻ സ്പീഡ് 100, 80. അടുത്ത എന്താ? MDR ആണെങ്കിൽ NH SH ആണെങ്കിൽ 100, 80. MDR-ലാണെങ്കിൽ 80, 65. ODR-ലാണെങ്കിൽ 65, 50. വില്ലേജ് റോഡിലാണെങ്കിൽ 50, 40. ഓക്കെ, അത് തന്നെ ആകുമ്പോൾ അടുത്ത പ്ലെയിൻ കഴിഞ്ഞു. റോളിംഗ് ടെറൈൻ ആകുമ്പോൾ നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ റോളിംഗ് ടെറൈനിൽ വന്നാൽ, MDR വന്നാൽ, ODR വന്നാൽ, വില്ലേജ് റോഡ് വന്നാൽ, ഇങ്ങനെ വാല്യൂസ് ഹില്ലി ടെറൈൻ ആകുമ്പോഴും സ്റ്റീപ്പ് ടെറൈൻ ആകുമ്പോഴും വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ ടേബിൾ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ഏകദേശം നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് ഏകദേശം ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ പ്ലെയിൻ ടെറൈനിൽ വരുന്നു. ഓക്കെ, പ്ലെയിൻ ടെറൈനിൽ വരുമ്പോൾ നല്ല സ്പീഡിൽ പോകാൻ പറ്റുമോ? അത് കഴിയുമ്പോൾ സ്പീഡ് കുറഞ്ഞോണ്ടിരിക്കും. 80 വരെ വന്നു. പിന്നെ മേജർ ഡിസ്ട്രിക്ട് റോഡിലാണ് വരുന്നത്. മേജർ ഡിസ്ട്രിക്ട് റോഡാണ് പ്ലെയിൻ ടെറൈനിൽ വരുന്നത്. ഒരു 80, 65 ഒക്കെ പറ്റത്തുള്ളൂ. അതർ ആകുമ്പോൾ 65, 40. വില്ലേജ് റോഡ് ആകുമ്പോൾ 50, 40. പിന്നെ ഈ വാല്യൂസ് മേളോട്ട് കയറും, ഇങ്ങനെ കയറും. ഓക്കെ, റോളിംഗ് ആകുമ്പോൾ 50, 40 വരെ വന്നു കഴിഞ്ഞിട്ട് 40, 35 ആവും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് 3 മേലോട്ട് കയറും, ഇവിടെ നിന്ന് 2. ഓക്കെ, അറൌണ്ട് 50, 40. പിന്നെ 40, 35 എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ ഒരു 40, 30 ആയി. ഓക്കെ, പിന്നെ ഇവിടെ 40, 30. ഇത് ഏകദേശം ഒരു സെയിം ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ, കറക്റ്റ് സെയിം അല്ല. ഓക്കെ, പിന്നെ 25, 20 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏകദേശം ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. റോളിംഗിൽ എത്ര വരെ വരാം? മാക്സിമം 80 വരെ വരാം. ഹില്ലിലാകുമ്പോൾ അറൌണ്ട് 50 km/h വരെ പോവാം. സ്റ്റീപ്പ് ആകുമ്പോൾ 40 വരെ വരാം. അങ്ങനെയൊക്കെ ഏകദേശം ഒന്ന് കണക്ട് ചെയ്ത് ഈ ടേബിൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിനകത്തൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ടെറൈന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ പ്ലെയിൻ, റോളിംഗ്, മൗണ്ടൈനിയസ്, സ്റ്റീപ്പ് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ടെറൈനിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓരോരോ ക്രോസ് സ്ലോപ്പ് തന്നു കഴിഞ്ഞിട്ട് ഏത് ടെറൈൻ ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ക്രോസ് സ്ലോപ്പ് ഒരു 0 to 10 ആണെങ്കിൽ, ക്രോസ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഏരിയ എടുക്കുക, അവരുടെ ഒരു ക്രോസ് സെക്ഷണൽ സ്ലോപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രേഡിയന്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു 0 to 10 ആണെങ്കിൽ നമുക്ക് അതിനെ പ്ലെയിൻ ടെറൈൻ എന്ന് പറയാം. അതായത് നമ്മുടെ എന്താണ് റോഡ് ഒരു 0 to 10 ഗ്രേഡിയന്റിനുള്ളിലാണ് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? 0 to 10%. അടുത്ത 10 to 25% വരെ വരുവാണെങ്കിൽ അത് റോളിംഗ് ടെറൈൻ ആയിരിക്കും. പിന്നെന്താ?
25 to 60% വരെയാണെങ്കിൽ അത് മൗണ്ടൈനിയസ് ടെറൈൻ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 60% ആണെങ്കിൽ സ്റ്റീപ്പ് ടെറൈൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ടെറൈന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇത് ഓർക്കണം. 0 to 10, 10 to 25, 25 to 60, greater than 60. പ്ലെയിൻ, റോളിംഗ്, മൗണ്ടൈനിയസ്, സ്റ്റീപ്പ്. ഓക്കെ, ഓർക്കാലോ. ഇനി അടുത്തത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരിക. ക്രോസ് സ്ലോപ്പ് ഓഫ് എ ടെറൈൻ. ഒരു ടെറൈന്റെ ക്രോസ് സ്ലോപ്പ് തന്നേക്കാണ് 20% ആണ്. അപ്പൊ IRC അനുസരിച്ചിട്ട് അത് എന്താണ്? 20 എന്ന് വരുമ്പോ എത്രക്കിടയിൽ വരും? 10നും 25നും ഇടയിൽ വരും അല്ലെ? ഈ റീജിയനിൽ വരും 20. അപ്പൊ IRC അനുസരിച്ചിട്ട് അത് എന്നാ ടെറൈൻ ആണ്? റോളിംഗ് ടെറൈൻ ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കി, ഹൈവേ ക്രോസ് സെക്ഷണൽ എലമെന്റ്സ്. ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് പറഞ്ഞ എന്താണ്? നമ്മളൊരു ഹൈവേ എടുത്ത് അതിനെ പ്ലെയിൻ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ കാണും? ഓക്കെ, നോക്കിയേ, ഈ ടാർ ചെയ്ത് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് ഈ പോർഷൻ ആയിരിക്കും എന്ത്? ക്യാരിയേജ് വേ എന്ന് പറയുന്നത്. ക്യാരിയേജ് വേയുടെ രണ്ട് സൈഡിലും നമ്മളൊരു ഫില്ലൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത്? ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്യാരിയേജ് വേയും ഷോൾഡറും കൂടെ ചേരുന്നതിന് എന്ത് പറയും? ഓക്കെ, ബ്രോഡ് വേ എന്ന് പറയും. ഓക്കെ, പിന്നെ എന്താണ്? നമുക്ക് റോഡിനൊരു ബൗണ്ടറി ഉണ്ട്. പിന്നെ ബാക്കി പോർഷന് റോഡ് മാർജിൻ എന്ന് പറയും. ഓക്കെ, പിന്നെന്താണ്? നമുക്ക് റോഡിനൊരു ബൗണ്ടറി ഉണ്ട്. അതിൽ ബിൽഡിംഗ് ലൈൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവിടെ വരെ ബിൽഡിംഗ് വരാൻ പറ്റത്തുള്ളൂ. കൺട്രോൾ ലൈൻ ഉണ്ട്, വേറൊരു ലൈനോട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ബോർഡർ കൺട്രോൾ എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ പോർഷൻസ് ഏകദേശം ഹൈവേ ക്രോസ് സെക്ഷൻ എലമെന്റ്സിൽ വരുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇനിയും പഠിക്കാനും പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കിയേ, പെർമനന്റ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ്. സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പെർമനന്റ് ഉപരിതലം അല്ലെ? ഉപരിതലം, ഏറ്റവും മേളിൽ കാണപ്പെടുന്ന ഭാഗം, നമ്മൾ കാണുന്ന സ്ഥലം. ഓക്കെ, ആ സർഫസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ വരുന്നതാണ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്കിഡ് റെസിസ്റ്റൻസ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ചില വെഹിക്കിൾസ് ഒക്കെ സ്കിഡ് ആയി, അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പൊ ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്കിഡ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വെഹിക്കിള് ഇങ്ങനെ പോവുക അല്ലെ? അപ്പൊ അവൻ ട്രാവൽ ചെയ്യുമ്പോൾ അവന്റെ മൂവ്മെന്റിന് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്കിഡ് റെസിസ്റ്റൻസ്, ആ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷന് അല്ലെങ്കിൽ സ്കിഡ് ചെയ്യാണ്ടിരിക്കാനുള്ള റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്നാമത് ഓപ്പറേറ്റിംഗ് സ്പീഡിനെ, നമ്മുടെ വണ്ടി ഏത് സ്പീഡിലാണ് പോകുന്നത്, സ്പീഡിൽ കൂടുതൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ കുറവായിരിക്കും. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് റിക്വയർഡ് ഇൻ സ്റ്റോപ്പിംഗ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് കുറച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ അത് കൂടും. ഒത്തിരി ഫ്രിക്ഷൻ വരണം അല്ലെ? കുറച്ച് ഡിസ്റ്റൻസിൽ, നമ്മൾ ഒത്തിരി ഡിസ്റ്റൻസിൽ കുറെ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മതിയെങ്കിലോ അധികം ഫ്രിക്ഷൻ വരത്തില്ല. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആക്സിലറേറ്റിംഗിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ആക്സിലറേറ്റർ ചവിട്ടുക, നമ്മൾ നല്ല ഫോഴ്സിൽ നല്ല പെട്ടെന്ന് ചവിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ സ്പീഡിൽ പോകും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്കിഡ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ലോഞ്ചിറ്റ്യൂണൽ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇത് ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണ്. ഡിക്രീസസ് എന്നാണ്. നമ്മൾ സ്പീഡ് കൂടി കഴിയുമ്പോൾ എന്താ? നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്? ഫ്രിക്ഷൻ എന്താണ്? കുറവാണ്. ഡിക്രീസസ് എന്നാണ്. ഞാൻ നോട്ട് തരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഡിക്രീസസ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാണണം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കണ്ടോ അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ടോ, നമുക്ക് വണ്ടി എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ആ ഡിസ്റ്റൻസിനാണ് എന്ത് പറയുന്നത്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പൊ ഈ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നമ്മുടെ ഈ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് വേണം. ഓക്കെ, ലോഞ്ചിറ്റ്യൂണൽ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എലോങ് ദ ലെങ്ത് വരുന്ന ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ്. ഓക്കെ, F=μ എന്ന് പറയത്തില്ലേ? അപ്പൊ ആ മ്യൂ എന്ന് പറയുന്നതാണ് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ്. അപ്പൊ ഈ ലോഞ്ചിറ്റ്യൂണൽ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് സാധാരണ അതിന്റെ റേഞ്ച് 0.35 to 0.4 ആണ്. ഓക്കെ, 0.35 നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഹൈ സ്പീഡ് വെഹിക്കിൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ 80 km/h മേളിൽ പോകുന്ന വെഹിക്കിൾസ് ആണെങ്കിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂണൽ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ 0.35 എടുക്കും. ഇനി സ്പീഡ് കുറഞ്ഞ 80 km/h താഴെ പോവുകയാണെങ്കിലോ നമ്മൾ എടുക്കും 0.40 എടുക്കും. 0.40 എടുക്കും. ഇവിടെ ഒരു പോയിന്റ് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ഹൊറിസോണ്ടൽ കർവ് ഡിസൈൻ. ഓക്കെ, ഹൊറിസോണ്ടൽ കർവിന്റെ ഡിസൈൻ എങ്ങനെ വരുന്നത്? നമ്മളിപ്പോ ഇങ്ങനെ ഒരു കർവ്, ഓക്കെ, നമ്മളിപ്പോ ഒരു മലയുടെ സൈഡിൽ കൂടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻസിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒരു കർവ് എടുത്ത് പോകേണ്ടി വരും. ഓക്കെ, ആ കർവ് എടുക്കേണ്ടി വരുമ്പോഴത്തേന് ഏത് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ലാറ്ററൽ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ്. നമ്മൾ മറ്റേ പറഞ്ഞ എലോങ് ദ ലെങ്ത് ആയിരുന്നു അല്ലേ? മറ്റേ ഇതെന്ത് വരും? ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ വരും. ഓക്കെ, അപ്പൊ ലാറ്ററൽ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് IRC റെക്കമെൻഡ് ചെയ്യുന്ന 0.15 ആണ്.
ഓക്കെ. ഇനി നമ്മുടെ പേയ്മെന്റ് നല്ല സ്മൂത്ത് ആണ്, വെറ്റ് ആണ്, മഴയൊക്കെ പെയ്ത് കിടക്കാൻ നല്ല സ്മൂത്ത് ആൻഡ് വെറ്റ് പേയ്മെന്റ് ആണെങ്കിൽ എന്തായിരിക്കും അവിടെ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? സ്മൂത്ത് ആകുമ്പോൾ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ കുറയും. ഫ്രിക്ഷൻ കുറയുന്ന പോലെ തന്നെ എന്താ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും കുറയും. ഓക്കെ. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറയുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ. എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ടയറിനകത്തുള്ള എയർ ഒക്കെ വികസിക്കും, ടയർ കുറച്ചുകൂടെ നല്ല വീർത്തിരിക്കുന്ന പോലെ തോന്നും. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് കുറയും. ടയർ പ്രഷർ കൂടിയാലും ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് കുറയും. നല്ല സ്റ്റിഫ് ടയറാ, അപ്പം ടയറിന് കോണ്ടാക്ട് ഏരിയ കുറവല്ലേ, അപ്പോഴും ഫ്രിക്ഷൻ കുറയും. ലോഡ് കൂടിയാലും എന്ത് പറ്റും? ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് കുറയും. ഓക്കെ. ഇനി നമ്മൾ പുതിയ ടയറാണ്. ഓക്കെ. പുതിയ ടയർ ആകുമ്പോൾ എന്ത് പറ്റും? നമ്മൾ പുതിയ ടയർ വാങ്ങിച്ചിട്ട് ടയർ നോക്കിയാൽ കാണും ചെറിയ ഇങ്ങനെ ഇങ്ങനെ ഒരു ഹെയർ പോലെ ഇങ്ങനെ ഒരു സാധനം കാണാം അല്ലെ? ഇങ്ങനെ എന്താ ഇത്? അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതിന് കുറച്ചുകൂടി ഒരു ഫ്രിക്ഷൻ ഏരിയ കൂടുക, ഏരിയ ഓഫ് കോണ്ടാക്ട് കൂടുക. അപ്പൊ ഈ ന്യൂ ടയേഴ്സ് ആണ് നമുക്ക് മോർ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളത്. ഓക്കെ. പഴയ ടയർ ഒക്കെ ആണെങ്കിൽ എന്താ, അതിന്റെ സർഫസ് ഒക്കെ സ്മൂത്ത് ആയി ഓൾഡ് ഒക്കെ ആയിരിക്കും. അപ്പൊ വെറ്റ് കണ്ടീഷൻ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം? സ്കിഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഫ്രിക്ഷൻ കുറവായത് കാരണം. ഓക്കെ. ഇനി സ്മൂത്ത് വേൺ ഔട്ട് ടയേഴ്സ് ആണെങ്കിൽ എന്താ, ഹയർ ഫ്രിക്ഷൻ ഫാക്ടർ തരും. എപ്പോഴ്? സ്മൂത്ത് വേൺ ഔട്ട് ടയേഴ്സ് ഹയർ ഫ്രിക്ഷൻ ഫാക്ടർ തരുന്നത് എപ്പോഴാ? ഡ്രൈ പേയ്മെന്റ്സിലേ ഉള്ളൂ. ഓക്കെ. ന്യൂ പേയ്മെന്റ്സ് അല്ലെങ്കിൽ ന്യൂ ടയേഴ്സ് ഒക്കെ എവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്? നമ്മുടെ വെറ്റ് കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ ന്യൂ ടയേഴ്സ് ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ഡ്രൈ കണ്ടീഷനിൽ സ്മൂത്ത് വേൺ ഔട്ട് ടയേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല, അത് ഹയർ ഫ്രിക്ഷൻ ഫാക്ടർ തരും. ഓക്കെ. ഇനി അടുത്ത നോക്കിയേ, ലോഞ്ചിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? എഫ്. അപ്പൊ ഈ എഫിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? പേയ്മെന്റ് അൺഈവൻനെസ് ഫാക്ടർ എന്ന് പറയും. ഓക്കെ. അതുകൂടെ കൺസിഡർ ചെയ്യും. എന്താണ് നമ്മൾ ഈ അൺഈവൻനെസ് ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെ പേയ്മെന്റ് അൺഈവൻനെസ് എന്ന് പറയുന്നത്, അല്ലെ അൺഈവൻനെസ് ഇൻഡെക്സ് എന്ന് പറയാം. അൺഈവൻനെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പേയ്മെന്റ് ഇങ്ങനെയൊക്കെ ഒരു അൺഈവൻ ആയിരിക്കും അല്ലെ, ചിലപ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കത്തില്ല. അപ്പൊ അത് മെഷർ ചെയ്യുന്നത് അൺഈവൻനെസ് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ്. ഓക്കെ. അൺഈവൻനെസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? റഫോമീറ്റർ, ബംപ് ഇന്റഗ്രേറ്റർ, അങ്ങനെ 2 ഇൻസ്ട്രുമെന്റ്സ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ അൺഈവൻനെസ് ഇൻഡെക്സ് എന്താന്ന് നോക്കാം. അൺഈവൻനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് വെർട്ടിക്കൽ അൺഡുലേഷൻസ്. ഓക്കെ. ക്യുമുലേറ്റീവ് വെർട്ടിക്കൽ അൺഡുലേഷൻസ്, അതായത് നമ്മളിപ്പോ റോഡിൽ ഒരു അൺഡുലേഷൻ ഉണ്ട്, വേറെ അൺഡുലേഷൻ ഉണ്ട്, വേറെ അൺഡുലേഷൻ ഉണ്ട്. അപ്പൊ ഈ എന്താ, ക്യുമുലേറ്റീവ് എടുക്കും, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം എടുക്കും. നമ്മൾ പണ്ട് ഇതിൽ GT-ലൊക്കെ ക്യുമുലേറ്റീവ് സം ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇത്, അങ്ങനെ ടോട്ടൽ വരും. ഓക്കെ. അപ്പൊ ക്യുമുലേറ്റീവ് വെർട്ടിക്കൽ അൺഡുലേഷൻ ഓഫ് ദ പെർമനന്റ് സർഫസ് പെർ യൂണിറ്റ് ഹൊറിസോണ്ടൽ ലെങ്ത് ഓഫ് റോഡ്. ഓക്കെ. അപ്പൊ എന്താണ്, നമ്മൾ ഒരു യൂണിറ്റ് ലെങ്ത് എടുക്കുക, അതിനകത്ത് എത്ര അൺഡുലേഷൻസ്, എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വരുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ. അതിന്റെ സം എടുക്കുക. ഈ അൺഈവൻനെസ് എപ്പോഴും എന്തായിരിക്കണം? നമ്മുടെ പേയ്മെന്റിന് കുറവായിരിക്കണം. ഓക്കെ. ഒരു ഗുഡ് പേയ്മെന്റ് ആണെങ്കിൽ അതിനകത്ത് അറൌണ്ട് 1 കിലോമീറ്ററിൽ 150 സെന്റിമീറ്റർ ഒക്കെ അൺഈവൻനെസ് വരത്തുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് ഡിസൈൻ സ്പീഡ്. ഡിസൈൻ സ്പീഡ് ഒരു 100 km/h വരെയുള്ള റോഡുകൾ. ഓക്കെ. നമ്മൾ ഡിസൈൻ സ്പീഡ് എന്താന്ന് പറഞ്ഞില്ലേ? ഒരു 100 km/h ഡിസൈൻ ചെയ്തേക്കുന്ന റോഡ് ആണെങ്കിൽ ഒരു 250 സെന്റിമീറ്റർ വരെയൊക്കെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമുക്ക് അൺഈവൻനെസ് വരാം. ഓക്കെ. ഇനി 320 സെന്റിമീറ്ററിലും കൂടുന്നതോ, അത് അൺകോമൺ ആണ്. ഓക്കെ. അൺകോമൺ ആണ് എബോവ് 55 km/h സ്പീഡിൽ. ഓക്കെ. ഇപ്പൊ ഏകദേശം ഇതൊക്കെ നോക്കുക. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, ഗേറ്റിനൊക്കെ വന്നിട്ടുണ്ട്. PSCക്ക് ഇതുവരെ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. റഫോമീറ്ററും ബംപ് ഇന്റഗ്രേറ്ററും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, എന്നുവെച്ചാൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്ക് ചോദിക്കാം. ഇനി അടുത്ത നോക്കിയേ, ക്ലൈംബർ ഓർ ക്രോസ് സ്ലോപ്പ്. അപ്പൊ ഇത് നമ്മുടെ റോഡ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ, അതായത് ഇങ്ങനെ ഒരു ചരിവുണ്ട്, റോഡിന്റെ നടുക്ക് ശ്രദ്ധിച്ചറിയാം, ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചരിവുണ്ട്. അതിനെന്ത് പറയുന്നത്? കേംബർ അല്ലെങ്കിൽ ക്രോസ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ കേംബർ അല്ലെങ്കിൽ ക്രോസ് സ്ലോപ്പ് എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്? അത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോപ്പ് ആണ്, ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുമ്പോൾ എലോങ് ലെങ്ത് അല്ലേ, ഇതെന്ന് പറയുമ്പോൾ ട്രാൻസ്വേഴ്സ് അല്ലേ, പെർപെൻഡിക്കുലർ ടു ലെങ്ത്. അപ്പൊ അതൊരു ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് ആണ്. നമ്മൾ റോഡ് സർഫസിൽ കൊടുക്കുന്ന ഒരു ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് ആണ്. എന്തിനു വേണ്ടിയിട്ട് അത് കൊടുക്കുന്നത്? ടു ഡ്രെയിൻ വാട്ടർ. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വെള്ളം, മഴ പെയ്യുമ്പോഴത്തെ വെള്ളമൊക്കെ എന്ത് ചെയ്യുക? ഡ്രെയിൻ ചെയ്ത് സൈഡിലോട്ട് പോവുക. സർഫസ് ഡ്രെയിനേജ് ആണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് കാര്യം. പിന്നെ എന്താണ്, ഈ സർഫസ് ഡ്രെയിനേജ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും? ഈ വെള്ളം ഇതിനകത്തൂടെ ഇറങ്ങി നമ്മുടെ എന്ത് ചെയ്യുക? സബ്ഗ്രേഡിനെയൊക്കെ എന്ത് ചെയ്യും? നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് ഒത്തിരി വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ സാച്ചുറേറ്റ് റോഡൊക്കെ പോകത്തില്ലേ? അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ സബ്ഗ്രേഡിലോട്ട് വാട്ടറിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കും ഈ കേംബർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ എന്തിനു സഹായിക്കും? നമ്മുടെ റോഡ് സർഫസ് ഒരു മഴ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഡ്രൈ ആകാൻ ഇവ ഹെൽപ്പ് ചെയ്യും. റോഡിലൊക്കെ വെള്ളം കെട്ടിക്കിടന്നാൽ പിന്നെ അത് ആക്സിഡന്റിന് കാരണമാകത്തില്ലേ? പിന്നെ
ഇതിന്റെ ഡെസിഗ്നേഷൻ ആയിട്ട് നമ്മൾ കേംബർ എങ്ങനെ പറയുന്നത്? ഒന്നുകിൽ നമ്മൾ പറയും 1 in n എന്ന് പറയും, അല്ലെങ്കിൽ കേംബർ നമ്മൾ പറയും ഇത്ര പെർസെന്റേജ് ആ കേംബർ എന്ന് പറയും. ഓക്കെ, ഈ കേംബറിനെ അഫക്ട് ചെയ്യുന്ന 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? നമ്മുടെ പേവ്മെന്റ് സർഫസ് സിമെന്റ് കോൺക്രീറ്റ് ആണോ, വാട്ടർ ബോൺ മക്കാഡാം ആണോ, പിന്നെന്താണ് ബിറ്റുമിൻ ആണോ, ഓക്കെ ബിറ്റുമിനസ് പേവ്മെന്റ് ആണോ, അതിനെയൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കേംബർ മാറും. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് റെയിൻഫോൾ, നമുക്ക് ലൈറ്റ് റെയിൻ ആണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഹെവി റെയിൻ ആണ് കിട്ടുന്നത്, അതിനനുസരിച്ചിട്ട് എന്ത് മാറും? കേംബർ അല്ലെങ്കിൽ ക്രോസ് സ്ലോപ്പ് എന്ന് പറയുന്ന സാധനം മാറും. ഓക്കെ, ഇനി നമ്മുടെ റോഡ് നല്ല സുപ്പീരിയർ റോഡാണ്. സുപ്പീരിയർ റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സൂപ്പർ റോഡ്, എക്സ്പ്രസ് വേ പോലത്തെ നല്ല റോഡ്. അപ്പൊ അങ്ങനെയുള്ള റോഡുകളിൽ ജെന്റിൽ ആയിട്ട് കേംബർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ എന്താ ഫ്ലാറ്റ് ആയിട്ട് കേംബർ കൊടുത്താൽ മതി, ഒത്തിരി വലിയ കേംബർ ഒന്നും കൊടുക്കണ്ട. ഓക്കെ, പക്ഷെ നമ്മുടെ റോഡിന്റെ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കേംബർ ഒത്തിരി കൊടുക്കണം. എന്ന് വെച്ചാൽ വെള്ളം തീരെ വരാൻ പാടില്ല, അതെല്ലാം സൈഡിലോട്ട് പോകണം. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മുടെ RCC പേയ്മെന്റ് ആണ് ഏറ്റവും സുപ്പീരിയർ. ഓക്കെ, അപ്പൊ RCC പേയ്മെന്റിൽ എന്താ? കേംബർ കുറച്ച് മതി. ഓക്കെ, ലെസ് കേംബർ മതി. പക്ഷെ എർത്ത് റോഡ് ആവുമ്പോഴോ മോർ കേംബർ വേണം. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മുടെ ഇതിന്റെ ഒരു ഓർഡർ ഉണ്ട്. RCC, അത് കഴിഞ്ഞിട്ട് സിമെന്റ് കോൺക്രീറ്റ്, പിന്നെ ബിറ്റുമിനസ് റോഡ്, പിന്നെ വാട്ടർ ബോൺ മക്കാഡ, ഗ്രാവൽ റോഡ്, എർത്ത് റോഡ്. ആ ഒരു സീക്വൻസിലാണ് ലെസ് ടു മോർ കേംബറിലോട്ട് എന്ത് ചെയ്തു പോകുന്നത്? കേംബർ ഏകദേശം ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അപ്പൊ RCC പേയ്മെന്റ് കുറവായിരിക്കും, അത് കഴിഞ്ഞിട്ട് സിമെന്റ് പേയ്മെന്റ് ആയിരിക്കും നെക്സ്റ്റ് കൂടുതൽ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബിറ്റുമിനസ് പേയ്മെന്റ് കൂടുതൽ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കൂടുതലാണ് WBM ന്, ഗ്രാവൽ റോഡിന് കുറച്ചുകൂടെ കൂടുതലായിരിക്കും, എർത്ത് റോഡിന് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ഒരു സീക്വൻസ് അനുസരിച്ചിട്ട് മോർ ടു ലെസ്സോ, ലെസ് ടു മോറോ, ഇൻക്രീസിംഗ് ഓർഡർ, ഡിക്രീസിംഗ് ഓർഡറിലൊക്കെ വേണമെങ്കിൽ സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്യാനുള്ളതായിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് കേംബർ ബേസ്ഡ് ഓൺ ഷേപ്പ്. നമുക്ക് കേംബറിനെ ഷേപ്പ് അനുസരിച്ചിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കിയേ, പാരാബോളിക് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പ്. അപ്പൊ ഇതെന്താണ്? നമ്മുടെ ഈ കേംബർ എന്ന് പറയുന്നത് ഒരു പരാബോളയുടെ ഒരു പാർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എലിപ്സിന്റെ പാർട്ട് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പം എന്തായിരിക്കും? ഇതിന്റെ ഒരു എലിപ്സ് അല്ലെ ഒരു പരാബോളയുടെ ഒക്കെ പ്രത്യേകത എന്താ? നമ്മൾ പരാബോള എലിപ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇത് ഇങ്ങനെ ഞാൻ വരയ്ക്കുന്ന അത്ര വൃത്തിയാവുന്നില്ല എങ്കിലും നമ്മൾ വരച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെയൊക്കെ വരും അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? ഒരു ചെറിയൊരു ഫ്ലാറ്റ് മിഡിൽ പോർഷൻ കിട്ടും. പിന്നെ എഡ്ജിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? കുറച്ച് സ്റ്റീപ്പർ ആയിരിക്കും. അത് അതിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു പരാബോളിക് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പ് നമ്മൾ ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾസിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾസിന്റെ പ്രത്യേകത എന്താ? നല്ല ഫാസ്റ്റ് വെഹിക്കിൾസ്, നമ്മൾ ഹൈവേയിലൊക്കെ പോയ ഫാസ്റ്റ് ആയിട്ടുള്ള പോകുന്ന വെഹിക്കിൾസ് എന്ത് ചെയ്യും? നമ്മളെ ക്രോസ് ചെയ്ത് നമ്മളെ എന്ത് ചെയ്യും? ഓവർടേക്ക് ചെയ്ത് പൊക്കോണ്ടേയിരിക്കും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഇതിന്റെ ഈ ടോപ്പ് പോർഷൻ ആണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. അപ്പൊ അവര് ക്രൗണിൽ കൂടെ ഫ്രീക്വന്റ് ആയിട്ട് ഓവർടേക്ക് ചെയ്തായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾസ് പോകുന്ന റോഡുകളിലൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? ഈ പരാബോളിക് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പം അതിന്റെ ആ ഒരു കേംബർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഈ കേംബറിന്റെ ഡെപ്ത് y എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് 2x² എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, എന്താണ്? 2x² ഈ n എന്ന് പറയുന്നത് എന്താ? നമ്മൾ കേംബർ പറയും 1 in n എന്ന് പറയുന്നതാണ് ആ n, w എന്ന് പറയുന്നത് ടോട്ടൽ വിഡ്ത്ത് ആണ്, x എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ് ഈ ഏരിയയിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിപ്പോ നമ്മൾ പറഞ്ഞ ഇതിന്റെ അഡ്വാൻറ്റേജസ് ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾസിന് നല്ലതാണ്, അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഓവർടേക്ക് ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഓക്കെ, ഇതെന്താണ്? അഡ്വാൻറ്റേജ്. ഇതെന്താണ്? ഡിസഡ്വാൻറ്റേജ്. അപ്പൊ ഇതിന്റെ ഒരു എഡ്ജസ് നോക്കിയേ, എഡ്ജസ് കുറച്ച് സ്റ്റീപ്പ് അല്ലെ? അപ്പൊ എന്താണ്? ഈ സ്ലോ മൂവിംഗ് വെഹിക്കിൾസ് ഈ സൈഡിൽ കൂടെ ഒക്കെ ആയിരിക്കും പോകുന്നത്. അപ്പൊ അവർക്ക് ഒരു ഓവർടേൺ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു വെഹിക്കിൾ നിൽക്കുകയാണ്, അവൻ എന്ത് ചെയ്യുക? ഓവർടേൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. ഓക്കെ, അപ്പൊ എന്ത് വരും? ഇവൻ ഇവിടെ വന്ന് ഓവർടേൺ ചെയ്ത് പോകുന്ന ഒരു ഭയത്തിൽ ചരിഞ്ഞു പോവാതെ ഇവൻ എന്ത് വരും? പതുക്കെ മൂവ് ചെയ്ത് സെന്ററിൽ വരും. ഓക്കെ, സെന്ററിൽ മൂവ് ചെയ്താൽ എന്ത് പറ്റും? ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിളും സെന്ററിൽ കൂടെ പോകും, സ്ലോ മൂവിംഗ് വെഹിക്കിളും സെന്ററിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ റോഡിന്റെ ട്രാഫിക് കപ്പാസിറ്റി കുറയും. അതായത് 1 കിലോമീറ്റർ കൂടെ പോകാൻ പറ്റുന്ന ഇത്ര വെഹിക്കിൾസിന് പോകാൻ പറ്റത്തുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വരും. ടോട്ടൽ വിഡ്ത്ത് ഒന്നും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതായത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അടുത്ത എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ കേംബർ. സ്ട്രെയിറ്റ് ലൈൻ കേംബർ എന്ന് പറയുമ്പോൾ നോക്കി, ഈ രണ്ട് സൈഡും കൺസിസ്റ്റിംഗ് ഓഫ് 2 സ്ട്രെയിറ്റ് സ്ലോപ്സ്. ഓക്കെ, 2 സ്ട്രെയിറ്റ് സ്ലോപ്സ്, രണ്ട് സ്ലോപ്സ് ഉണ്ട്, ഇങ്ങോട്ട് സ്ലോപ്പ് ഉണ്ട്, ഇങ്ങോട്ട് സ്ലോപ്സ് ഉണ്ട്. അത് എവിടെയാണ്? സെന്ററിലാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ സാധാരണ സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റുകളിലാണ് യൂസ് ചെയ്യാറ്. ഈ സ്ട്രെയിറ്റ് ലൈൻ കേംബർ എവിടെയാണ് യൂസ് ചെയ്യാറ്? സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റുകളിലാണ്. ഓക്കെ,
ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്താ, വീൽസ് ഡസ് നോട്ട് ഹാവ് കോണ്ടാക്ട് അറ്റ് ദ സെന്റർ. ഇതിന്റെ ഒരു നോക്കി, ഈ സെന്റർ കണ്ടോ, സെന്റർ ഇങ്ങനെ ഇരിക്കുന്നു അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റഡ് പോർഷനിൽ വീലിന് എത്ര കോണ്ടാക്ട് വരും, അധികം കോണ്ടാക്ട് ഒന്നും വരത്തില്ല. അപ്പൊ വീലിന് സെന്ററിൽ കോണ്ടാക്ട് ഇല്ല. ഓക്കെ, ഇനി ഇതിനകത്ത് രണ്ട് സൈഡിലും യൂണിഫോം സ്ലോപ്പ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് സ്ലോ മൂവിങ് വെഹിക്കിൾസിന് അതിൽ കൂടെ പോകാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. സ്ലോ മൂവിങ് വെഹിക്കിൾസിന് കംഫർട്ടബിൾ ആയിട്ട് യൂണിഫോം സ്ലോപ്പ് ആയത് കാരണം പോകാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിലോ എന്താണ്, ഓവർടേക്കിംഗ് ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസ്. ഓക്കെ, എന്ത് ചെയ്യുക, ഓവർടേക്ക് ചെയ്ത് പോകുന്ന ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിന് ഈ ഒരു ക്രൗൺ പോർഷനിൽ ഇങ്ങനെ ഒരു പോയിന്റഡ് ആയിട്ട് വരുമ്പോൾ അതൊരു ഡിസ്കംഫർട്ട് ആയിട്ട് വരാം. ഓക്കെ, ഇനി സ്ലോ മൂവിങ് വെഹിക്കിൾസ് എന്ത് ചെയ്യുക, ഒരു ഈ ഓവർടേക്ക് ചെയ്യാനൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു പോർഷന് വരുമ്പോൾ അവർക്ക് ഒരു ജെർക്ക് പോലെ തോന്നാം. ഓക്കെ, ഇനി എന്താണ്, ഇത് ഭയങ്കര പോയിന്റഡ് അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും, ഇതിന്റെ സെന്റർ ഒക്കെ നല്ല വെയിറ്റ് ഉള്ള, ഇപ്പൊ നമ്മുടെ ബുള്ളോ കാർട്ടോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ സെന്റർ ഒക്കെ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, ഈ ഷാർപ്പ് കോർണറുകളിലെല്ലാം വരുന്ന ഒരു കാര്യമാണ് എന്ത്, സ്ട്രെസ് ഇന്റൻസിറ്റി. എല്ലാ ഷാർപ്പ് കോർണറുകളിലും വരും. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഹൈ സ്ട്രെസ് ഇന്റൻസിറ്റി ആയിരിക്കും. ആ ഒരു വലിയൊരു ലോഡ് ആ ഒരു ചെറിയൊരു പോയിന്റോട്ടിലെ വരുന്നത്. അപ്പൊ അവിടെ നല്ല കൂടിയൊരു സ്ട്രെസ് ഇന്റൻസിറ്റി ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കേംബർ കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ, നമുക്ക് 1 വെർട്ടിക്കൽ n ഹൊറിസോണ്ടൽ എടുക്കാം. ഓക്കെ, 1 വെർട്ടിക്കൽ ഫോർ n ഹൊറിസോണ്ടൽ. അപ്പം ഒരു ഹൊറിസോണ്ടലിന് എത്ര വെർട്ടിക്കൽ വരും, 1/n വെർട്ടിക്കൽ വരും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് W/2. ഇവിടെ അല്ലേ നമ്മൾ W/2-ലല്ലേ നമ്മൾ കേംബർ കൊടുക്കുന്നത്. അപ്പോൾ W/2 ഹൊറിസോണ്ടൽ എത്ര വരും, W/2n വെർട്ടിക്കൽ വരും. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ ചോദിച്ചാൽ എന്താ എഴുതാം, y is equal to W divided by 2n എന്ന് എഴുതാം. ഓക്കെ, നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു, 2x square by nw. ഓക്കെ, അപ്പൊ എന്താ, രണ്ട് ഇക്വേഷനെ പഠിച്ചില്ലേ. ഇനി അടുത്തത് കോമ്പിനേഷൻ ഓഫ് സ്ട്രെയിറ്റ് ആൻഡ് പാരാബോളിക് സ്ലോപ്പ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താ, പാരാബോളിക്കും വരും സ്ട്രെയിറ്റും വരും, അങ്ങനെ രണ്ടിന്റെ കോമ്പിനേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഏരിയ ഓഫ് കോണ്ടാക്ട് കൂടുക, വീലുമായിട്ടുള്ള ഇവിടുത്തെ ക്രൗൺ നമ്മൾ എടുത്ത് മാറ്റി ഇവിടെ പാരാബോളിക് ആയപ്പോൾ ഏരിയ ഓഫ് കോണ്ടാക്ട് കൂടി. ഓക്കെ, ഇതിന് രണ്ടിന്റെ മെറിറ്റ് ഉണ്ട്, സ്ട്രെയിറ്റിന്റെ മെറിറ്റും ഉണ്ട് പാരാബോളിക്കിന്റെ മെറിറ്റും ഉണ്ട്. ഓക്കെ, ഇവൻ എന്ത് ചെയ്യും, സ്ലോ മൂവിങ് വെഹിക്കിൾസിന് ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിന് രണ്ടുപേർക്ക് ഇതിലൂടെ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റും. റോഡിനുണ്ടാകുന്ന ഡാമേജും കുറവായിരിക്കും. അതാണ് ഈ സ്ട്രെയിറ്റ് ആൻഡ് പാരാബോളിക് കേംബർ സ്ലോപ്പ് വരുന്നതിന്റെ എന്താണ് ഒരു അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മൂന്നോട് ഈ ഒറ്റ ഇമേജിൽ കാണിച്ചിട്ടുണ്ട്. ഇക്വേഷൻസും തന്നിട്ടുണ്ട്, W/2n 2x square by wn, രണ്ട് കോമ്പോസിറ്റ് കേംബർ വരുന്നുണ്ട്. പിന്നെ ക്രൗൺ എന്താണെന്ന് വേണേ ചോദിക്കാം, ഹൈസ്റ്റ് പോയിന്റ് എന്നൊക്കെ വേണേ ഒരു ക്വസ്റ്റ്യൻ വരാം, ക്രൗൺ എന്താണെന്ന് വരാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കണേ. ഇനി അടുത്തത് റെക്കമെൻഡഡ് വാല്യൂസ് ഓഫ് കേംബർ ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോഡ് സർഫസ്. നമ്മുടെ റോഡിന്റെ സർഫസ് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കേംബർ മാറും നമ്മൾ പറഞ്ഞല്ലേ. അപ്പം എങ്ങനെയൊക്കെയാണ്, സിമെന്റ് കോൺക്രീറ്റ്, അത് CC എന്ന് പറഞ്ഞാൽ സിമെന്റ് കോൺക്രീറ്റ്, പിന്നെ ഹൈ ടൈപ്പ് ബിറ്റുമിനസ്, പിന്നെന്താ തിൻ ബിറ്റുമിനസ്, അതിന്റെ തന്നെ നെക്സ്റ്റ് താഴത്തെ തിൻ ബിറ്റുമിനസ്, വാട്ടർ ബോൺ മക്കാഡാം അല്ലെങ്കിൽ ഗ്രാവൽ റോഡ്, പിന്നെന്താണ് എർത്ത് റോഡ്. ഓക്കെ, ഇത്രയും റോഡുകൾ വരുമ്പം ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള റോഡുകൾ വരുമ്പം ഒന്ന് ഹെവി റെയിൻഫോൾ, ഒത്തിരി മഴയുള്ള, അല്ലെങ്കിൽ എന്താ ലൈറ്റ് റെയിൻഫോൾ. ഓക്കെ, അപ്പൊ ഈ ഹെവി റെയിൻഫോളും ലൈറ്റ് റെയിൻഫോളും വരുന്ന അനുസരിച്ചിട്ട് നമ്മുടെ കേംബറിന്റെ IRC റെക്കമെൻഡഡ് വാല്യൂസ് മാറും. ഓക്കെ, ഹെവി റെയിൻഫോൾ ആകുമ്പോൾ എന്ത് വരും, നമ്മുടെ സിമെന്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഹൈ ടൈപ്പ് ബിറ്റുമിനസിന് 1/50 എന്നാണ് വരുന്നത്. 1/50 എന്ന് പറഞ്ഞാൽ പെർസെന്റേജിലോട്ട് മാറ്റുമ്പോൾ 2% വരും. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. മറ്റേത് നമുക്ക് കൺവേർട്ട് ചെയ്യാം, into 100 വെച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത തിൻ ബിറ്റുമിനസ് ആകുമ്പോൾ 1/40, WBM ഗ്രാവിൽ വരുമ്പോൾ 1/33, എർത്ത് റോഡ് ആകുമ്പോൾ 1/25. ഇനി അടുത്ത് നോക്കിയേ, ഇതെല്ലാം ഇങ്ങോട്ട് മാറും. ഇവിടെ മാത്രം ഒരെണ്ണോട് പഠിച്ചാൽ മതി, 1/60 ലൈറ്റ് റെയിൻഫോൾ വരുമ്പോഴുണ്ടെന്ന്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സ്റ്റാർ അല്ല ഞാൻ ഇട്ടേക്കുന്നത്. 1/50 ചോദിച്ചിട്ടുണ്ട്, 1/33 ചോദിച്ചിട്ടുണ്ട്, WBM-ന്റെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിക്കാവുന്ന റേഞ്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ സിമെന്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഹൈ ടൈപ്പ് ബിറ്റുമിനസിന് ഏത് റേഞ്ചിലാണ് നമ്മൾ കേംബർ കൊടുക്കുന്നത് ആസ് പെർ IRC, പിന്നെ WBM-ന് ഏത് റേഞ്ചിലാണ് ആസ് പെർ IRC കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഈ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രോബ്ലം, ഡിറ്റർമിൻ ദ ഹൈറ്റ് ഓഫ് ക്രൗണിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക ഫോർ എ സ്റ്റേറ്റ് ഹൈവേ. ഇതൊരു സ്റ്റേറ്റ് ഹൈവേ ആണ്. അവന്റെ വിഡ്ത്ത് എത്ര മീറ്റർ ആണ്, 7 മീറ്റർ വിഡ്ത്ത് ആണ്. ഇതെന്താണ്, സിമെന്റ് കോൺക്രീറ്റ് പെർമനന്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, അവിടെ ഹെവി റെയിൻഫോൾ ആണ്.
ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസ് സിമെന്റ് കോൺക്രീറ്റും ഹൈ ടൈപ്പ് ബിറ്റുമിനസും ഹെവി റെയിൻഫോൾ വരുമ്പം 1/n അല്ലെങ്കിൽ കേംബർ എത്രയായിരുന്നു 1/50. ഓക്കെ, 1/50 ആയിരുന്നു. അപ്പൊ നമ്മുടെ എന്ത് വരും 1/50 is equal to h divided by സ്ട്രേറ്റ് ലൈൻ ക്യാമറ, അപ്പൊ h divided by w/2 എന്ന് വരും, അല്ലെ 2h/w എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്താണ് h is equal to 1/50 into w/2. w എന്ന് പറയുന്നത് 7 ആണ്. 7/2 അത് mm ൽ കാണുമ്പോൾ into 10⁻³ ഇടുക. അപ്പൊ എത്ര വരും 70 mm എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതുപോലെ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാറ്റി നോക്കാം. ഇപ്പൊ വിഡ്ത്ത് വേണം മാറ്റി ഒരു 7.5 മീറ്ററോ പിന്നെന്താണ് ഹെവി റെയിൻഫോൾ എന്നുള്ള ലൈറ്റ് റെയിൻഫോളോ ഒക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സോറി, ഓക്കെ, അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ആൻഡ് കേംബർ. ഓക്കെ, അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റോഡ് എലോങ് ദ ലെങ്ത് അല്ലെ, അപ്പൊ അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്. ആ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റിനെ നമ്മൾ ജി എന്ന് റെപ്രസെന്റ് ചെയ്യുക, കേംബറിനെ നമ്മൾ സി എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബെറ്റർ ആയിട്ട് ഡ്രെയിനേജ് നടക്കണം അല്ലെ. ഇങ്ങനെ മാത്രം ഡ്രെയിനേജ് നടന്നാൽ മതിയോ? അല്ല, നമുക്ക് മേളിൽ നിന്നുള്ള വെള്ളം താഴോട്ട് ഒഴുകി വരികയും വേണം. അപ്പൊ ഡ്രെയിനേജിനും ട്രാഫിക്കിന്റെ സ്മൂത്ത് ഫ്ലോയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ കേംബർ എന്ന് പറയുന്നത് 0.5 ടൈംസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ആണ് എടുക്കുന്നത്. അല്ലെങ്കിൽ 0.5 ടൈംസ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഹാഫ് ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ജി എന്ന് പറഞ്ഞ് എന്താ എഴുതാൻ പറ്റും, 2 ടൈംസ് കേംബർ എന്ന് പറയും. എന്താണ് ജി എന്ന് പറയുന്നത് 2 ടൈംസ് കേംബർ. ജി എന്ന് പറയുന്നത് എന്താ, ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് 2 ടൈംസ് കേംബർ ആണ്. ഇത് ഓർക്കാൻ വേണ്ടി വേണമെങ്കിൽ ഓർക്കാം, ഗോ ടു യുവർ ക്ലാസ്സസ് എന്ന് ഓർക്കാം. ഓക്കെ, ജി ഗോ ടു യുവർ ക്ലാസ് ആണ് കേംബർ. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്ത് ഇക്വേഷൻ വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഓക്കെ, ഇത് എന്താണ് സി ഈസ് ഈക്വൽ ടു ഹാഫ് ജി എന്നൊക്കെ ഓർത്തിരിക്കാൻ പാടുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം, ജി ഈസ് ഈക്വൽ ടു സി എന്ന് വേണമെങ്കിൽ ഓർക്കാം. ഓക്കെ, ഇനി ഇപ്പൊ അടുത്തത് വിഡ്ത്ത് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ ക്യാരേജ് വേ. ഓക്കെ, നമുക്കിപ്പോ നമ്മൾ ആ റോഡിൽ ടാർ ചെയ്ത് കൊടുക്കുന്ന പോർഷനിൽ അത് നമ്മൾ പറയുന്നത് ക്യാരേജ് വേ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ വിഡ്ത്ത് ഓഫ് പേയ്മെന്റ് ഓരോ റോഡുകൾ അനുസരിച്ചിട്ട് മാറും. ഓക്കെ, IRC പറയുന്നത് ഒരു വെഹിക്കിളിന്റെ മാക്സിമം വിഡ്ത്ത് എത്രയാകാവുള്ളൂ, 2.44 മീറ്ററേ ആകാവുള്ളൂ. ഓക്കെ, ഒരു മാക്സിമം വിഡ്ത്ത് എത്രയാണ്, ആസ് പെർ IRC മാക്സിമം വിഡ്ത്ത് ഓഫ് വെഹിക്കിൾ എത്രയാണ്, 2.44 മീറ്റർ. അതൊരു PYQ ആണ്. ഇനി നമ്പർ ഓഫ് ലൈൻസ്, നമ്മൾ ചിലപ്പം 2 ലൈൻ ഹൈവേ 3 ലൈൻ ഹൈവേ ഒത്തിരി ഹൈവേകളൊക്കെ നോക്കിയാൽ മതി, 2 ലൈൻ, നമ്മുടെ നാട്ടിലൊക്കെ 2 ലൈനൊക്കെ വന്നിട്ടുള്ളൂ. ഇപ്പം തമിഴ്നാട്ടിലോ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉള്ളത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ലൈനും 3 ലൈനും ഒക്കെ കാണാം. ഞാൻ കേരളത്തിൽ 3 ലൈൻ കണ്ടിട്ടില്ല കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പാലക്കാടൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈ നമ്പർ ഓഫ് ലൈൻസ് നമ്മൾ കൊടുക്കുന്ന എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാ, ട്രാഫിക് വോളിയം അനുസരിച്ചിട്ട്. ഓക്കെ, ട്രാഫിക് വോളിയം കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ ലൈൻസ് കൊടുക്കേണ്ടി വരും. ആ ലൈൻസിലൊക്കെ വണ്ടി പൊക്കോളും. പിന്നെ എന്താണ്, ട്രാഫിക് കപ്പാസിറ്റി ഓഫ് ഈച്ച് ലൈൻ. അപ്പൊ ഒരു ലൈനിന് എത്ര ട്രാഫിക്കിനെ എടുക്കാൻ പറ്റും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് ലൈൻസ് ഡിസൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സിംഗിൾ ലൈൻ റോഡ് പറയാം, ഒരു സിംഗിൾ ലൈനേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ ഒറ്റ സിംഗിൾ ലൈനേ ഉള്ളൂ. അപ്പൊ അതിന്റെ ക്യാരേജ് വേ എന്ന് പറയുന്നത്, ക്യാരേജ് വേയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് അറൌണ്ട് 3.75 മീറ്റർ എങ്കിലും വേണം. ഓക്കെ, എല്ലാ റോഡുകൾക്കും. ഇനി 2 ലൈൻസ് വരുക, 2 ലൈൻ വരുന്നുണ്ട്, പക്ഷെ അവിടെ എന്തില്ല, വിത്തൗട്ട് റേസ്ഡ് കെർബ്. ഇത് കണ്ടോ, ഇതാ കെർബ്. ഈ റേസ്ഡ് കെർബ് ഇല്ലെങ്കിൽ ആ കാരേജ് വേക്ക് 7 മീറ്റർ വിഡ്ത്ത് മതി. ഓക്കെ, ഇനി 2 ലൈൻസ് തന്നെ ഇതുപോലെ 2 സൈഡിലും റേസ്ഡ് കെർബ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ 7.5 മീറ്റേഴ്സ് വരണം. ബ്രിഡ്ജസിലൊക്കെ ആണെങ്കിലും എന്താണ് റേസ്ഡ് കെർബ്സ് വരുമ്പോൾ 7.5 മീറ്റേഴ്സ് വരണം. ഓക്കെ, ഇനി ഇതിന് രണ്ടിനും ഇടയിൽ, സിംഗിൾ ലൈനിലും 2 ലൈനിനും ഇടയിൽ വരുന്നതാണ് ഇന്റർമീഡിയറ്റ് കാരേജ് വേ. അങ്ങനെയുള്ള റോഡുകളാണെങ്കിൽ ഒരു 5.5 മീറ്റർ വരെ വരാം. ഓക്കെ, ഇനി മൾട്ടി ലൈൻ പേയ്മെന്റ്സ്, ഇപ്പം 2 ലൈൻ വരെ പറഞ്ഞു, ഇനി 3ഓ 4ഓ 5ഓ അങ്ങനെയൊക്കെയുള്ള ഓരോരോ ലൈൻസ് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എത്ര വിഡ്ത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ലൈനിനും 3.5 മീറ്റർ വീതം എടുക്കുക. അപ്പൊ 3 ലൈൻ ആകുമ്പോൾ എത്ര വരും, 3.5 + 3.5 + 3.5 എത്ര വരും, 3.5 + 3.5 + 3.5, അപ്പം 9 + 1.5 10.5. ഓക്കെ, ഇനി അടുത്തത് 4 ലൈൻ ആണെങ്കിലോ 10.5 + 3.5 എത്ര വരും, 14 മീറ്റർ എന്ന് വരും. ഓക്കെ, അടുത്തത് എന്താണ്, എക്സ്ട്രാ വൈഡനിങ്. എക്സ്ട്രാ വൈഡനിങ്ങിനെ പറ്റി നമ്മൾ ചാപ്റ്റർ തന്നെ പഠിക്കുന്നുണ്ട്, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എക്സ്ട്രാ വൈഡനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ നമ്മൾ ഈ പേയ്മെന്റിന്റെ വിഡ്ത്ത് ചില സ്ഥലങ്ങളിൽ ഇൻക്രീസ് ചെയ്യും. എവിടെ ഇൻക്രീസ് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ കർവുകളിൽ. ഓക്കെ, ഹൊറിസോണ്ടൽ കർവുകളിൽ സാധാ റോഡ് വന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും.
ഓക്കെ. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓഫ് ട്രാക്കിംഗ്. വീല് ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ചരിഞ്ഞു പോകുമ്പോൾ ആ ട്രാക്കിൽ നിന്ന് കുറച്ച് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്? സൈക്കോളജിക്കൽ എഫക്ട്സ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ഒരു മൈൻഡിൽ നമ്മളൊരു ഈ എന്താണ് സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അറ്റത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, റോഡിന്റെ അറ്റത്തോട്ട്. അപ്പൊ ആ സൈക്കോളജിക്കൽ എഫക്ട്സ് ഓഫ് ട്രാക്കിംഗ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത എന്താ? ട്രാഫിക് സെപ്പറേറ്റർ അല്ലെങ്കിൽ മീഡിയൻ. ട്രാഫിക്കിനെ സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. അങ്ങോട്ടുള്ള ട്രാഫിക്കിനെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ട്രാഫിക്കിനെ സെപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കുന്നതാണ് എന്ത്? നമ്മൾ ഇതിന് പറയുന്ന പേരാണ് മീഡിയൻ. എന്താണ്? മീഡിയൻ. നടുക്ക് വരുന്ന ആള് മീഡിയൻ. ഓക്കെ. ഇവന്റെ ഒരു പ്രത്യേകത എന്താ? ഇവൻ ഹെഡ് ഓൺ കൊളീഷൻ പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് പോകുന്ന ഒരാളും തമ്മിൽ ഇവൻ ഓവർടേക്ക് ഒക്കെ ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഹെഡ് ഓൺ കൊളീഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് സ്ഥലം, അങ്ങോട്ടുള്ള ട്രാഫിക്കിനെ ഇങ്ങോട്ടുള്ള ട്രാഫിക്കിനെയും തമ്മിൽ എന്ത് ചെയ്യുക? ഒരു മീഡിയേറ്റർ ആയിട്ട് എന്ത് ചെയ്യുക? രണ്ടുപേരെ രണ്ട് സ്ഥലത്തോട്ട് മാറ്റി ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് കൊടുക്കുന്നത്? മീഡിയൻ കൊടുക്കുന്നത്. അപ്പൊ IRC പറയുന്നത് മിനിമം ഡിസൈറബിൾ വിഡ്ത്ത് ഓഫ് മീഡിയൻ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആണ് റൂറൽ ഹൈവേകളിൽ. ഓക്കെ. IRC റൂറൽ ഹൈവേകളിൽ മിനിമം ഡിസൈൻ വിഡ്ത്ത് എത്ര പറഞ്ഞിരിക്കുന്നത്? 5 മീറ്റർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് തെറ്റിപ്പോയില്ല. മീഡിയൻ ആണ്, ചെറുതാണെന്ന് ഓർക്കല്. IRC ഗൈഡ് ലൈൻ പ്രകാരം റൂറൽ ഹൈവേസിൽ മിനിമം ഡിസൈറബിൾ വിഡ്ത്ത്, ഓക്കെ, വിത്ത് എന്നല്ല വിഡ്ത്ത്, മിനിമം ഡിസൈറബിൾ വിഡ്ത്ത് ഓഫ് മീഡിയൻ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആണ്. ഓക്കെ. ഇനി ലോങ് ബ്രിഡ്ജുകളൊക്കെ ആണെങ്കിൽ മീഡിയനെ എത്ര വരെ റെസ്ട്രിക്ട് ചെയ്യാം? 1.2 മീറ്റർ വരെയൊക്കെ ഹൈവേകളിൽ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത എന്താ? റോഡ് മാർജിൻ. ഓക്കെ. റോഡ് മാർജിൻ നമ്മൾ എവിടെ കേൾക്കുന്നത്? സ്കൂളിലൊക്കെ നമ്മൾ ടെക്സ്റ്റ് എക്സാം ഒക്കെ ഷീറ്റ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ മാർജിൻ ഇടും, അല്ലെ നോട്ട്ബുക്കിൽ നമ്മൾ മാർജിൻ ഇടും, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ റോഡിന്റെ മാർജിൻ തന്നെ റോഡിന്റെ സൈഡിൽ വരിക. അങ്ങനെയല്ല എന്താ? ഷോൾഡർ എന്ന് നമുക്ക് പറയാം. റോഡ് മാർജിന് നമുക്ക് ഷോൾഡർ എന്ന് പറയാൻ പറ്റും. ഓക്കെ. അപ്പൊ ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഷോൾഡർ എവിടെ വരുന്നേ? നമ്മുടെ ഇവിടെ കൈയുടെ അറ്റത്തായിരുന്നു, അല്ലെ? അപ്പൊ ഷോൾഡർ എന്ത് ചെയ്യും? ഒരു എമർജൻസി ലൈൻ ആയിട്ട് ആക്ട് ചെയ്യും. എമർജൻസി ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വണ്ടി പൊക്കോണ്ടിരിക്കുക, അവനൊന്ന് എന്ത് ചെയ്തു? അവന്റെ വീലിന് എന്തെങ്കിലും പ്രശ്നം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രോക്ക് ഡൗൺ ആയി, ചിലപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ആവാൻ വേണ്ടി പോകുന്നു, എന്തെങ്കിലും പ്രശ്നം വന്നു, അപ്പൊ അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഷോൾഡറിൽ കയറി വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? ഒരു എമർജൻസി ലൈൻ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. ഇനി ഷോൾഡറിന്റെ സർഫസ് നമ്മൾ കൊടുക്കുമ്പം ഇത് നോക്കിയേ, ഈ സർഫസ് പോലെയാണ് ഈ സർഫസ് അല്ല, കുറച്ച് റഫ് അല്ലേ? ഈ സർഫസ് കുറച്ച് റഫ് ആണ്, ഇത് കുറച്ച് സ്മൂത്ത് ആണ്. ഓക്കെ. അപ്പൊ ഷോൾഡർ സർഫസ് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് റഫ് ആയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ റഫ് ആയിട്ട് കൊടുക്കുന്നത്? അത് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ റഫ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഈ ഷോൾഡർ ഒക്കെ ഒത്തിരി സ്മൂത്ത് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഏതെങ്കിലും ഇതുവഴി കൂടെ കയറി പോകുന്നതിന് പകരം ഇനി ഷോൾഡർ യൂസ് ചെയ്യും, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഷോൾഡർ സർഫസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് റഫ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമ്മുടെ സാധാരണ ട്രാഫിക് ലൈനേക്കാട്ടിലും നമ്മൾ മിനിമം ഷോൾഡറിന് ഒരു വിഡ്ത്ത് വേണ്ട അറൌണ്ട് 2.5 മീറ്റർ വിഡ്ത്ത് വേണം. നമ്മുടെ ഒരു വണ്ടി അറൌണ്ട് 2.44 മീറ്റർ അല്ലേ? അപ്പൊ അവനവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2.5 മീറ്റർ നമ്മുടെ ഷോൾഡറിന് വിഡ്ത്ത് വേണം. ഈ മിനിമം മാക്സിമം വാല്യൂ ഒക്കെ ഓർത്തോണേ, എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് വരായിരിക്കുന്നു. അടുത്തെന്താ? ഫ്രണ്ടേജ് റോഡ്. ഫ്രണ്ടേജ് റോഡ് എന്ന് പറയുമ്പോൾ എന്താ? എന്ത് ചെയ്യും? ഒരു ആക്സസ് കൊടുക്കും. ഗീവ് ആക്സസ് ടു പ്രോപ്പർട്ടീസ് അലോങ് ആൻ ഇമ്പോർട്ടന്റ് ഹൈവേ. നമ്മുടെ ഒരു ഹൈവേയുടെ അടുത്തായിട്ട്, ഇപ്പൊ ഒരു നല്ലൊരു ഹൈവേ, ഒരു ഇമ്പോർട്ടന്റ് ഹൈവേ, ഇതിനടുത്തായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്. ഓക്കെ. അപ്പം എന്താണ്? അതിനായിട്ട് എന്ത് ചെയ്യും? ഒരു ആക്സസ് കൊടുക്കും. ഈ ഹൈവേയിൽ നിന്ന് വരുന്ന വെഹിക്കിൾസിന് ഇതുവഴി കയറി ഇങ്ങനെ ഇങ്ങോട്ട് പോകാൻ പറ്റും. ഓക്കെ. അങ്ങനെയുള്ള റോഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രണ്ടേജ് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ എക്സ്പ്രസ് വേസ് ഒക്കെ ആണെങ്കിലോ എന്തായിരിക്കും? അതിന് കുറച്ച് കൺട്രോൾഡ് ആയിരിക്കും അങ്ങോട്ടുള്ള എന്താണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോഴത്തെ എലിവേറ്റഡ് ഹൈവേസ്, നമ്മുടെ ലുലുമാളിന്റെ സൈഡിലൊക്കെ ഉള്ള റോഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എന്താണ്? നമുക്ക് ഇപ്പൊ എയർപോർട്ടിന്റെ അങ്ങോട്ടൊക്കെയുള്ള റോഡ്, ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ സൈഡിലോട്ടുള്ള റോഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള റോഡുകൾ, അല്ലെ? അപ്പൊ എന്താണ്? നമ്മുടെ ഹൈവേയുടെ അടുത്തുള്ള ഇമ്പോർട്ടന്റ് സ്ഥലങ്ങളിലോട്ട് ഒരു ആക്സസ് കൊടുക്കുന്ന റോഡുകളാണ് എന്ത്? ഫ്രണ്ടേജ് റോഡ്സ് എന്ന് പറയുന്നത്. ആ റോഡിൽ നമുക്ക് അങ്ങോട്ട് കയറുകയും ചെയ്യാം, തിരിച്ചിറങ്ങി നമുക്ക് ഹൈവേയിൽ വരികയും ചെയ്യാം. ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഡ്രൈവ് വേസ്. ഡ്രൈവ് വേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈവ് വേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈവേനെ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട്, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? പെട്രോൾ പമ്പ് പോലുള്ള കാര്യങ്ങൾ. ഓക്കെ. പെട്രോൾ പമ്പ് പോലുള്ള കാര്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് സ്റ്റേഷൻ, ഇപ്പൊ ഒരു എന്താണ്, ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് ചാർജിങ് യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലുമുള്ള സർവീസ് സ്റ്റേഷൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ ഡ്രൈവ് വേസ്. ഡ്രൈവ് വേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറ്റുന്ന ഹൈവേയിൽ നിന്ന് ഒരു പമ്പിലോട്ട് കയറുന്ന പോലെ ഇരിക്കത്തുള്ളൂ. ഓക്കെ. മനസ്സിലായല്ലോ. അടുത്തത് ഗാർഡ് റെയിൽ. ഗാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊട്ടക്ട് ചെയ്യുക. ഗാർഡ് റെയിൽ.
നമ്മുടെ ഈ എംബാങ്ക്മെന്റ്, നമ്മളിപ്പോ എംബാങ്ക്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് എംബാങ്ക്മെന്റ്. റോഡ് ഇങ്ങനെ പൊക്കിയെടുത്ത് ഫില്ല് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ ആ എംബാങ്ക്മെന്റ് ഹൈറ്റ് 3 മീറ്ററിൽ കൂടുതലാണെങ്കിൽ, നമ്മൾ എന്ത് കൊടുക്കും? ഈ സൈഡില് ഗാർഡ് റെയിൽ കൊടുക്കും. നമ്മൾ ഹൈ റേഞ്ചിലോട്ടൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, റോഡിന്റെ സൈഡിൽ ഫുള്ള് ഇതുപോലെ ഈ റബ്ബർ മരങ്ങളോ ഒക്കെ താഴെ കാണും, കൊക്ക പോലുള്ള സാധനങ്ങൾ താഴോട്ട് കാണും. ആ സൈഡിലെല്ലാം എന്തായിരിക്കും? ഈ ഗാർഡ് റെയിൽ കൊടുത്തായിരിക്കും പോകുന്നത്. ഓക്കെ, ഇവിടെ വണ്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത എന്താ? വിഡ്ത്ത് ഓഫ് റോഡ് വേ. നമ്മുടെ റോഡിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേനും നമ്മളിപ്പോ ഒരു ഹൈവേ എംബാങ്ക്മെന്റ് ആണെങ്കിൽ അതിന്റെ ടോപ്പ് വിഡ്ത്ത് ആണ്. ഓക്കെ, ഇനി എന്താണ്? നമ്മളൊരു ഹൈവേ കട്ടിങ് ആണെങ്കിൽ എന്താണ്? അതിന്റെ ബോട്ടം വിഡ്ത്ത് ആണ്. ഓക്കെ, അതാണ് ഫോർമേഷൻ വിഡ്ത്ത്. ഈ ഫോർമേഷൻ വിഡ്ത്തിനകത്ത് സൈഡിലെ ഡ്രെയിൻസ് ഒന്നും വരത്തില്ല. ഓക്കെ, നമ്മളിപ്പോ ഇതിന്റെ സൈഡിൽ ഇപ്പം ഡ്രെയിൻ ഒക്കെ കൊടുത്തിട്ടാണ് ബാക്കി കട്ടിങ് വരുന്നതെങ്കിൽ ഈ ഡ്രെയിൻ ഒന്നും ഇതിന്റെ കൂട്ടത്തിൽ വരത്തില്ല. ഓക്കെ, ഇനി അടുത്ത എന്താ? ഫോർമേഷൻ വിഡ്ത്തിന്റെ ഇക്വേഷൻ നോക്കിയത് ഇമ്പോർട്ടന്റ് ആണ്. ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്മുടെ ക്യാരിയേജ് വേയുടെ വിഡ്ത്ത്. ഓക്കെ, ക്യാരിയേജ് വേയുടെ വിഡ്ത്ത് ഇൻക്ലൂഡിങ് സെപ്പറേറ്റർ. ഇവിടെ എന്തെങ്കിലും സെപ്പറേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടും. carriage way width including separators plus shoulders. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്? ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, carriage way വിഡ്ത്ത് ഇൻക്ലൂഡിങ് സെപ്പറേറ്റേഴ്സ് പ്ലസ് ഷോൾഡേഴ്സ് ആണ് എന്ത്? ഫോർമേഷൻ വിഡ്ത്ത്. ഇനി ഫോർമേഷൻ വിഡ്ത്ത് ഓഫ് വേരിയസ് റോഡ്സ്. ഓക്കെ, അപ്പൊ ഫോർമേഷൻ വിഡ്ത്ത് IRC റെക്കമെൻഡ് ചെയ്യുന്ന വേരിയസ് റോഡ്സിന്റെ ഫോർമേഷൻ വിഡ്ത്ത് പ്ലെയിൻ റോളിംഗ് ടെറൈനില്, മൗണ്ടൈനീസില്, നാഷണൽ ഹൈവേ, മേജർ ഡിസ്ട്രിക്ട് റോഡ്, അതർ ഡിസ്ട്രിക്ട് റോഡ്, വില്ലേജ് റോഡിലൊക്കെ പറയുന്നത് ഇത്രയും വേണമെന്നാ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ NH-നൊക്കെ 45 മീറ്റർ ഒക്കെ നീളം ഉണ്ടോ? ഓക്കെ, അപ്പം മൗണ്ടൈനീസ് ടെറൈനൊക്കെ ആകുമ്പോൾ 24 വരെ വേണം എന്നാ പറയുന്നത്. ഓക്കെ, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതൊന്നും അല്ല. IRC മിനിമം വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ വിഡ്ത്ത് ഫോർ നാഷണൽ ഹൈവേ ആൻഡ് സ്റ്റേറ്റ് ഹൈവേ, പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ. IRC എന്താണ്? മിനിമം വിഡ്ത്ത് നാഷണൽ ഹൈവേക്കും സ്റ്റേറ്റ് ഹൈവേക്കും ഒക്കെ മിനിമം വിഡ്ത്ത് എത്ര പറയുന്നതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 2 തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 12 മീറ്റർ എന്നാ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? IRC പ്രകാരം മിനിമം ഫോർമേഷൻ വിഡ്ത്ത് എത്ര എങ്കിലും വേണം നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേക്ക്? 12 മീറ്റർ എങ്കിലും വേണം. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ഓഫ് വേ അല്ലെങ്കിൽ റോഡ് ലാൻഡ്. റോഡിന്റെ ലാൻഡ്. നമ്മളിപ്പം ഈ ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോഴത്തേനും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ചില ഈ പാടങ്ങളൊക്കെ വരത്തില്ലേ? നമ്മുടെ പാടമൊക്കെ വരുമ്പോഴത്തേനും അതിന്റെ അവിടെ റെഡ് കമ്പ് കൊണ്ട് ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നതാണ്. ഒരു റെഡ് കമ്പ്. എന്താണ് ഒരു റെഡ്? അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ആരുടെയാ? ഹൈവേ അതോറിറ്റിയുടെ. അവരെന്ത് ചെയ്തേക്കുക? ഈ ഇത് തൊട്ട് ഇപ്പൊ ഇപ്പറയും കാണാം അതുപോലെ ഏകദേശം. അപ്പൊ ഈ ഒരു ലൈന് ഇവരെന്ത് ചെയ്തേക്കുക? ഇത്രയും വിട്ട് ഇത്രയും ഏരിയ ഇവർ അക്വയർ ചെയ്തേക്കുക. ആ ലാൻഡ് ഫുൾ അക്വയർ ചെയ്തേക്കുക. എന്തിനു വേണ്ടിയിട്ട്? റോഡിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ അവിടെ കുറച്ച് കൃഷിയൊക്കെ കാണും, പക്ഷെ അത് ആരുടെ സ്ഥലമാണ്? നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സ്ഥലമാണ്. അപ്പൊ ആ ലാൻഡ് അവര് അക്വയർ ചെയ്തേക്കുക. ആ റോഡിന്റെ അലോങ് ദ അലൈൻമെന്റ് ഫുള്ള് അക്വയർ ചെയ്തേക്കുന്ന സ്ഥലമാണ് അത്. അപ്പൊ അതിനെന്താ പറയുന്നത്? അതിന് റൈറ്റ് ഓഫ് വേ. അത് നമ്മുടെ റോഡിന്റെ പാർട്ടാണ്, അല്ലെങ്കിൽ റോഡ് ലാൻഡ് ആണ്. ഓക്കെ, അപ്പം റൈറ്റ് ഓഫ് വേ എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്മുടെ ഫോർമേഷൻ വിഡ്ത്ത്. നമ്മൾ പറഞ്ഞില്ലേ ഫോർമേഷൻ വിഡ്ത്ത് ക്യാരിയേജ് വേയും ഷോൾഡറോട് വരുന്നത്. ആ ഫോർമേഷൻ വിഡ്ത്തിന്റെ കൂടെ റോഡ് മാർജിനുകൾ കൂടെ ചേരും. ഓക്കെ, എന്ത് വരും? ഫോർമേഷൻ വിഡ്ത്തിന്റെ കൂടെ റോഡ് മാർജിനോട് ചേരും. ഇപ്പൊ ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈൻ. ഇത് ക്യാരിയേജ് വേയും ഷോൾഡറോട് ചേർന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും? റോഡ് വേ ആകും. ഓക്കെ, ഇനി റോഡിന് ഒരു സാധാരണ ഒരു റോഡ് ലാൻഡ് ബൗണ്ടറി കാണും. പിന്നെ എന്ത് കാണും? ഒരു ബിൽഡിംഗ് ലൈൻ കാണും. ഓക്കെ, ബിൽഡിംഗ് ലൈൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ നിന്ന് ഒരു സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും ബിൽഡിംഗ് ലൈന്. അടുത്ത എന്തായിരിക്കും? ഒരു കൺട്രോൾ ലൈൻ കാണും. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് ബിൽഡിംഗ് ലൈൻ എന്താണ്, കൺട്രോൾ ലൈൻ എന്താണെന്ന് നോക്കാം. അപ്പൊ ബിൽഡിംഗ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താ? അത് ഓണർ ഓഫ് എ ലാൻഡ് എലോങ് എ ഹൈവേ. ഇപ്പൊ ഈ ഹൈവേ പോകുന്ന സൈഡിലുള്ള ഓണറുകൾ എന്താണ്? highway route has to leave a certain setback or margin from the road boundary for his construction. അപ്പൊ അയാൾ വീട് പണിയുമ്പോൾ അയാൾക്ക് എവിടം വരെ പണിയാൻ പറ്റത്തുള്ളൂ? ഈ ബിൽഡിംഗ് ലൈന് അപ്പുറത്തോട് പണിയാൻ പറ്റത്തില്ല, അതിന് മുമ്പ് പണിഞ്ഞു നിർത്തണം. ഓക്കെ, ഇനി ഈ 2 ബിൽഡിംഗ് ലൈനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അറൌണ്ട് എത്ര ആയിരിക്കണം? 80 മീറ്റേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അത് 2 ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റും വരാം, അറൌണ്ട് എത്രാണ് ഇത് നമ്മൾ 2 ബിൽഡിംഗ് ലൈനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്നും വരാം. അടുത്തെന്താ? കൺട്രോൾ ലൈൻ. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു പബ്ലിക് ബിൽഡിംഗ്, ഒരു സിനിമ തിയേറ്ററോ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സ്പേസോ, ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? ഒത്തിരി വെഹിക്കിൾസ് വരും അല്ലെ? അപ്പൊ അവർക്കെല്ലാം എന്ത് ചെയ്യണം? പാർക്ക് ചെയ്യുകയൊക്കെ വേണം. അപ്പൊ അവരെന്ത് ചെയ്യണം? നമ്മൾ ഈ ബിൽഡിംഗ് ലൈനിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കൂടെ മാറിയിട്ടാണ് ഒരു കൺട്രോൾ ലൈൻ, ഒരു ലൈൻ ഉണ്ട്, അവിടെ വരെ ഈ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ വരാൻ പറ്റത്തുള്ളൂ.
ബാക്കി ഒരു റിസർവ് ഏരിയ പോലെ കിടക്കും. അവിടെ അവരുടെ ഏരിയ തന്നെയാണ്, പക്ഷെ എന്താണ് അവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ വേറെ ഏത് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് കൺസ്ട്രക്ഷൻ അങ്ങോട്ട് കയറി വരാൻ പാടില്ല. അവിടെ പാർക്കിങ്ങിനോ ഒക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം. അതാണ് എന്ത് കൺട്രോൾ ലൈൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് വാല്യൂസ് ഉണ്ട്. നോർമൽ ലാൻഡ് വിഡ്ത്ത് റിക്വയർഡ് ഫോർ നാഷണൽ ഹൈവേ ആൻഡ് സ്റ്റേറ്റ് ഹൈവേ എത്രയാണ്? നോർമൽ നമ്മൾ പറഞ്ഞ ടേബിൾ അനുസരിച്ച് 45 മീറ്റർ ആണ്. ഓക്കെ, ഇനി മാക്സിമം ലാൻഡ് വിഡ്ത്ത് ആണെങ്കിലോ? മാക്സിമം ലാൻഡ് വിഡ്ത്ത് ആണ് അറൌണ്ട് 60 മീറ്റർ വരെ. ഓക്കെ, ഇനി ഒരു സൈക്കിൾ ട്രാക്ക് ആണ്. ഓക്കെ, സൈക്കിൾ പോകുന്ന ട്രാക്കിന് മിനിമം എത്ര വിഡ്ത്ത് വേണം? 2 മീറ്റർ വേണം. ഇനി ഒരു ഫുട്പാത്ത് ആണെങ്കിലോ മിനിമം വിഡ്ത്ത് എത്ര വേണം? 1.5 മീറ്റർ വേണം. ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പെഡസ്ട്രിയൻസ് മാത്രം ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫുട്പാത്ത്. ഓക്കെ, IRC മിനിമം വിഡ്ത്ത് ഓഫ് ഷോൾഡർ നമ്മൾ പറഞ്ഞായിരുന്നു, എത്രയാണ്? 2.5 മീറ്റർ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഇതിനകത്തുള്ള MCQs നമുക്ക് നോക്കാവേ. ഓക്കെ, താങ്ക് യു.